ഒക്ടോബർ 19 രക്തസാക്ഷിയായ വിശുദ്ധ ഐസക് ജോക്സിന്റെ തിരുനാളിൽ ആഗോളസഭ. വടക്കേ അമേരിക്കയിലെ പ്രഥമ രക്തസാക്ഷികളാണ് ഐസക് ജോക്സും കൂട്ടുകാരും. ഒരു യുവ ജെസ്യൂട്ടായിരിക്കെ അദ്ദേഹം ഫ്രാൻസിൽ സാഹിത്യം പഠിപ്പിച്ചിരുന്നു. 1636 ഹുറോൺ ഇന്ത്യക്കാരുടെ ഇടയിൽ മികച്ച പ്രവർത്തനത്തിനായി ഫാദർ ഐസക് അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. ഹുറോൺ ജാതിക്കാരെ ഇറോക്കോയിസ് നിരന്തരം ആക്രമിക്കാറുണ്ട്. താമസിയാതെ ഫാദർ ഐസക്കിനെയും ഇറോക്കോയിസ് പിടിച്ചെടുത്തു 13 മാസം കാരാഗ്രഹത്തിലടച്ചു. അദ്ദേഹത്തോടും കൂട്ടുകാരോടും ചെയ്ത അക്രമങ്ങൾ ഐസക് ജോക്സ് തന്റെ എഴുത്തുകളിൽ വിവരിച്ചിട്ടുണ്ട്. മാനസാന്തരപ്പെട്ട ഹുറോൺ ജാതിക്കാരെ കൊല്ലുന്ന കാഴ്ച അദ്ദേഹത്തിന് എത്രയും സങ്കടകരമായിരുന്നു. ലന്തക്കാരുടെ സഹായത്തോടെ അദ്ദേഹം രക്ഷപ്പെട്ട് ഫ്രാൻസിലെത്തി. വിരലുകൾ പലതും മുറിച്ചു കളഞ്ഞിരുന്നു, അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞിരുന്നു. ക്ഷതമായ കരങ്ങളോടെ വിശുദ്ധ കുർബാന സമർപ്പിക്കാൻ അനുവാദം കൊടുത്ത 8ാം ഉർബൻ മാർപ്പാപ്പ ഇങ്ങനെ എഴുതി: ക്രിസ്തുവിന്റെ രക്തസാക്ഷിക്ക് അവിടുത്തെ തിരുരക്തം പാനം ചെയ്യുവാൻ അനുവദിക്കാതിരിക്കുന്നത് ലജ്ജാവഹമായിരിക്കുമെന്നാണ് പരിശുദ്ധ പിതാവ് അതേക്കുറിച്ച് പറഞ്ഞത്. കഠിന വേദനകളിലൂടെ ജീവിച്ച ഫാദർ ജോക്സു 1646 ജീൻദല ലാൻഡറോടുകൂടെ വീണ്ടും ഇറാക്കോയിസിന്റെ രാജ്യത്തിലേക്ക് പുറപ്പെട്ടു. അവരോടൊരു സന്ധി ചെയ്ത് കാനഡയിലേക്ക് മടങ്ങി ഇന്ത്യരുടെ ഇടയിൽ മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. തത്സമയം അവിടെ ഒരു പകർച്ചവ്യാധി ഉണ്ടാവുകയും അനേകർ മരിക്കുകയും ചെയ്തു. ഇത് ഈശോസഭക്കാരുടെ മന്ത്രവാദമാണെന്ന് കരുതി ഫാദർ ഐസക് ഉൾപ്പെടെ 6 വൈദികരെയും 2 സഹോദരന്മാരെയും ക്രൂരമായി വധിക്കുകയും ചെയ്തു. രക്തസാക്ഷിയായ വിശുദ്ധ ഐസക് ജോക്സെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.